കേരള മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്ച്ചിരുന്ന 3 പേരിൽ ഒരാൾക്ക് മാത്രം നറുക്ക് വീണപ്പോൾ മറ്റ് 2 പേരുടെയും പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ഈ 2 പേരുടെയും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെയും പുറത്തെയും ഭാവി എന്താണ്? ഏത് രീതിയിലുള്ള പിന്തുണയാണ് പുതിയ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുക? ഒരു അന്വേഷണമാണിത്, ഏർലി അന്വേഷണമാണ്. നോക്കൂ, ഏറ്റവും സീനിയർ നേതാവ്, ഒരു പരിധിവരെ മുൻകാലങ്ങളിൽ ശ്രീ കെ.സി. വേണുഗോപാലിൻ്റെയും വി.ഡി. സതീശൻ്റെയും കൂടി നേതാവ്, ഗ്രൂപ്പ് നേതാവ് കൂടി, ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല വളരെ സീനിയർ പേഴ്സണാണ്. 70 വയസ്സിനോളം പോർന്ന ഒരു സീനിയോറിറ്റി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തലത്തിലും, KSU തലം മുതൽ 12-13 വയസ്സിൽ തുടങ്ങിയ KSU പ്രവർത്തനം പടിപടിയായി പ്രവർത്തിച്ച് ഏതാണ്ട് എല്ലാ സംഘടനകളുടെയും, KSUവിൻ്റെയും NSUIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തലപ്പത്തെത്തുകയും വളരെ ചെറുപ്പത്തിൽ 25-26 വയസ്സിൽ നിയമസഭാ സാമാജികനായി 28 വയസ്സിൽ മന്ത്രി പദവിയിലെത്തിയ രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് മുൻകാലത്ത് ആളുകൾ പറയുമായിരുന്നു. ശ്രീ കെ കരുണാകരൻ്റെ ഇലയിൽ നിന്നും ചോറുണ്ട് കരുണാകരൻ്റെ മാനസപുത്രനായി വളർന്നു വന്ന് കെ മുരളീധരൻ രംഗത്ത് വരുന്നതിന് മുൻപ് രമേശ് ചെന്നിത്തലയായിരുന്നു കരുണാകര ഗ്രൂപ്പിൻ്റെ, കരുണാകരന് ശേഷമുള്ള നേതാവ്, ഏക നേതാവ്. പക്ഷെ അദ്ദേഹത്തിന് കരുണാകരൻ്റെ ഒരു വാത്സല്യം സ്വന്തം പുത്രനിലേക്ക് മാറുന്നു എന്ന് കണ്ട് ലേശം മാറി നിൽക്കേണ്ടി വരികയും ഒരു തിരുത്തൽവാദി ഒരു സമയം ഉണ്ടാവുകയും ജി കാർത്തികേയനോടും അതുപോലെ മറ്റ് പല ഷാനവാസിനോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു തിരുത്തൽവാദി മൂവ്മെൻറ്റ് നയിക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് കെ കരുണാകരൻ യോഗത്തിന് ശേഷം ഐ ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവായി രമേശ് ചെന്നിത്തല വരികയാണ്. പക്ഷേ ഏറ്റവും അധികം അച്ചടക്കമുള്ള, ഒരിക്കൽ പോലും കോൺഗ്രസ് വിട്ടുപോകാത്ത ആന്റണി പോലും കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന വിശാലമായ ഇന്ദിരാഗാന്ധിയുടെ പാളയത്തിൽ നിന്ന് വിട്ടുപോയതാണ് ഞാൻ വിട്ടുപോയി എന്ന് പറയുന്നത്, തിരിച്ചു വന്നു. പക്ഷേ എക്കാലത്തും കോൺഗ്രസ് രക്തം സിരകളിൽ പേറുന്ന രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലാണ്. ഒരു രീതിയിലും അംഗീകരിക്കാനാവാത്ത ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയോട് വളരെ കർശനമായി തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ. എനിക്ക് ഇപ്രാവശ്യം മുഖ്യമന്ത്രി പദം വേണം, നൗ ഓർ നെവർ. എനിക്ക് ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല, ഇനിയിപ്പം ഒരുപക്ഷെ 10 വർഷം കാത്തിരിക്കേണ്ടി വരും. അടുത്ത ചാൻസിന് അന്ന് തനിക്ക് 80 വയസ്സാകും, തനിക്ക് അവസരമുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കണം. പലരും വിചാരിച്ചു കൺസെൻസസ് കാൻഡിഡേറ്റായി തർക്കം മുറുകുമ്പോൾ, KCയും BDയും തമ്മിലുള്ള തർക്കം മുറുകുമ്പോൾ RC രംഗത്ത് വരും എന്ന് വിചാരിച്ചത് പാഴ്വാക്കായിരിക്കുന്നു, പാഴ്ചിന്തയായി മാറിയിരിക്കുന്നു. ഇതിനുശേഷം പ്രഖ്യാപനത്തിന് ശേഷം കൃത്യം 12 മണിക്ക് പ്രഖ്യാപനം നടക്കുകയാണ്. പ്രഖ്യാപനം ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് വന്ന് കന്റോൺമെൻറ്റ് ഹൗസിൽ ജസ്റ്റ് പ്രവേശിച്ചതേ ഉള്ളായിരുന്നു. നല്ല ഐശ്വര്യം കൊണ്ടാണ് വന്നത്. വന്നിറങ്ങി അധികാരത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, അധികാര കസേരയിലേക്കാണ് വി.ഡി. സതീശൻ ആലുവയിൽ നിന്ന് റോഡ് മാർഗം ഡ്രൈവ് ചെയ്ത് എത്തിയത്. പക്ഷേ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ പ്രഖ്യാപനം നടന്ന ഇന്നത്തെ ദിവസവും ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല. പത്രലേഖകർക്ക് പിടികൊടുക്കാതെ പിൻവാതിലിലൂടെ പോകുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മാനേജർമാരിൽ ഒരാളായ ജ്യോതികുമാർ ചാമക്കാല മാത്രമാണ് മാധ്യമങ്ങൾ മുമ്പിലെത്തിയത്. അദ്ദേഹവും കാര്യമായി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ക്ഷുഭിതനാണ്, ഖിന്നനാണ്, ദുഃഖിതനാണ് രമേശ് ചെന്നിത്തല എന്ന രീതിയിലാണ് മാധ്യമ വാർത്തകൾ വരുന്നത്. ഒരു വീഡിയോയോ അല്ലെങ്കിൽ ബൈറ്റോ ഒന്നും കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നേരെ ഒരുപക്ഷെ ഗുരുവായൂർക്ക് പോയി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അറിയില്ല, അത് റിപ്പോർട്ടുകളാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ വരും, നാളെ ചിലപ്പോൾ മാറി ചിന്തിച്ചേക്കാം. മലയാള മാസം 1-ാം തീയതിയാണ്, മെയ് മാസം 15-ാം തീയതി എന്ന് പറയുന്നത്. മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്നൊരു പതിവുണ്ട്. അത് കെ മുരളീധരനുണ്ട്, കെ കരുണാകരൻ തുടങ്ങി വെച്ച പതിവാണ്. കെ മുരളീധരനുണ്ട്, രമേശ് ചെന്നിത്തല, കരുണാകരൻ്റെ പ്രിയശിഷ്യനായ രമേശ് ചെന്നിത്തലയ്ക്കും അതേ പതിവുണ്ട്. തെറ്റിക്കുന്നില്ല. അദ്ദേഹം പോയിരിക്കുന്നു. ഭഗവാനോട് ചെന്ന് ദുഃഖങ്ങൾ പറയാനുള്ള പോക്കായിരിക്കാം. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അതൊന്ന്. 2, ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. വി.ഡി. സതീശൻ ഇരിക്കുന്ന, മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായി പരിഗണിക്കേണ്ടത് ഏറ്റവും മുതിർന്ന നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ്
അടുത്ത കേന്ദ്രം രമേശ് ചെന്നിത്തലയോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നത് അദ്ദേഹം ഇനി മന്ത്രിസഭയിലേക്കില്ല. അദ്ദേഹം ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MLA ആയി ശിഷ്ട ജീവിതകാലം വളരെ ശാന്തമായി തുടരാനുള്ള സാധ്യതയാണ്. ഒരു റോളില്ലാതെ പോകണം, മന്ത്രിയായി ഒരു റോളില്ല, കേവലം ഒരു MLA മാത്രമായി ഇത്രയും സീനിയർ ഒരു നേതാവായ രമേശ് ചെന്നിത്തല കേവലം ഒരു MLA ആയി തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാന ഇന്നിങ്സ് ഒരു പക്ഷേ ചിലവഴിക്കാനാണോ, അതോ കേന്ദ്രത്തിൽ ഒരു കാലത്തെ കേന്ദ്രത്തിൽ വളരെ വലിയ ചുമതലയുണ്ടായിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇന്ന് KC വേണുഗോപാൽ അനുഭവിക്കുന്ന ഒരു സ്ഥാനം, അതിനോടൊപ്പം സ്ഥാനം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അല്ല, പക്ഷേ AICCയുടെ നിരീക്ഷകനായി മിക്ക സംസ്ഥാനങ്ങളിലും ട്രബിൾ ഷൂട്ടറായിട്ട് പോയ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇതാ കാര്യമായ ചുമതല ഒന്നുമില്ലാതിരിക്കുന്നു. ഹൈക്കമാൻഡിന് ഇപ്പോഴും ഒരു പദ്ധതി ഉണ്ടാകും. അതൊരുപക്ഷെ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ടാവാം. താങ്കളെ ഒരുപക്ഷെ AICCയുടെ ഉന്നതമായ ഒരു പദവിയിലേക്ക്, ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പോലും സ്ഥിരം ക്ഷണിതാവായി വന്നത് ശശി തരൂറാണ്. അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകം കൂടിയായിരുന്നല്ലോ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ പ്രീതിയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ പറ്റുമോ? ഏത് രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്? സംഘടനാ ചുമതലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കേരളത്തിലൊരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ എന്താവും ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ? രാഹുൽ ഗാന്ധി കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവാം, പക്ഷേ അതിൽ കൊത്താൻ ശ്രീ രമേശ് ചെന്നിത്തല തയ്യാറാവുമോ എന്ന് അറിയില്ല. ഗ്രൂപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമോ? രമേശ് ചെന്നിത്തല എന്നും പറഞ്ഞിരുന്നത് എനിക്കിപ്പോൾ ഗ്രൂപ്പില്ല. 2021 ഗ്രൂപ്പുകൾ കുഴിച്ചുമൂടി, VD സതീശനും ഗ്രൂപ്പുകൾ കുഴിച്ചുമൂടി. ഗ്രൂപ്പുകൾക്ക് അതീതമായ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാതെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന ഖ്യാതിയോടെ സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ ഗ്രൂപ്പ് കാര്യങ്ങളിൽ മാറ്റിവെച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് വിനയായോ? MLA മാരെ കൾട്ടിവേറ്റ് ചെയ്യാതെ, MLA മാരെ കോൺഫിഡൻസിലെടുക്കാതെ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിച്ച് നിന്നതിൻ്റെ വിലയാണോ ഇപ്പോൾ കൊടുക്കേണ്ടി വന്നത്? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ ഗ്രൂപ്പിന് അതീതമായി വന്ന VD സതീശന് മുഖ്യമന്ത്രി പദം ലഭിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ച, വളരെ ശാന്തമായി വളരെ ഗംഭീരമായി തന്നെ ഈ പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു സ്ഥാനവും ലഭിക്കാതെ പോയാൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? അദ്ദേഹം ഗ്രൂപ്പ് പ്രവർത്തനവുമായി ഇറങ്ങുമോ? അസംതൃപ്തരെ സംഘടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഭാഗമായി നിൽക്കാനാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നതെങ്കിൽ നേരിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനമൊന്നും, സതീശന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനമൊന്നും നേരിട്ട് നടത്താൻ കഴിയില്ല. അതോ VD സതീശനെതിരെ KCയും RCയും കൈകോർക്കുമോ? ഇതെല്ലാം നാളുകളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ്. അതോ ഇപ്പോൾ കാണുന്ന പുറത്തു പറയുന്ന ഒരു സൗഹൃദം, പ്രത്യേകിച്ച് KC വേണുഗോപാൽ പുറത്ത് കാട്ടുന്ന ഒരു സൗഹൃദം, പുതിയ മുഖ്യമന്ത്രിക്ക് എല്ലാ ഭാവുകങ്ങളും പറഞ്ഞിരിക്കുകയാണ് KC വേണുഗോപാൽ, പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അറിയില്ല. കേന്ദ്രത്തിൽ അനവധി പൊസിഷൻസ് ഉണ്ട്, പക്ഷേ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനങ്ങളില്ല എന്നോർക്കണം. BJP NDA ഭരണകാലത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോകുന്നത് കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വീകാര്യമാകുന്ന ഒരു തസ്തിക പാർട്ടിക്കുള്ളിൽ മാത്രമേ കൊടുക്കാനാവൂ. അല്ല എങ്കിൽ മന്ത്രിസഭയിലെ ഒരു ഏറ്റവും ചോയ്സ്, ഏത് വകുപ്പാണോ വേണ്ടത് ആ വകുപ്പ് കിട്ടാനുള്ള അർഹത MLA ആയ സീനിയർ മോസ്റ്റ് MLA മാരിൽ ഒരാളായ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് എന്നതാണ് കാര്യം. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ സേവനങ്ങളെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് ഇനിയും ഉപയോഗിക്കാൻ പോകുന്നത്? അദ്ദേഹം വലിയ ഒരു ബുദ്ധിമുട്ടായി പുതിയ ഭരണകൂടത്തിലെ ഒരു കല്ലുകടിയായി നിൽക്കുമോ? അത് മാത്രമല്ല, നന്ദികേടല്ലേ? രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ആവേണ്ടതാണ്, ജയിച്ചിരുന്നുവെങ്കിൽ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സാമാന്യം ഭംഗിയായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതും. പക്ഷേ അദ്ദേഹത്തിന് കറക്റ്റ് ബന്ധങ്ങൾ KC വേണുഗോപാലിനെ പോലെ ഹൈക്കമാൻഡ് ബന്ധങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഗ്രൂപ്പുമായി നിന്ന് MLA മാരെ ചാക്കിലാക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം തന്നെ KC കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം വിചാരിച്ചു താനായിരിക്കും തർക്കമുറുകുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി. അതും ഉണ്ടായില്ല. ടേം വ്യവസ്ഥയിലെങ്കിലും താൻ ആദ്യ 2.5 വർഷം, പിന്നീട് 2 വർഷം സതീശൻ എന്ന രീതിയിൽ ഉണ്ടാകുമോ? അതും ഉണ്ടായിട്ടില്ല. അപ്പം തനിക്ക് ഇനി ഒരു ചാൻസ് മുഖ്യമന്ത്രി പദത്തിൽ ഇല്ല എന്ന ദുഃഖത്തോടുകൂടി ശ്രീ രമേശ് ചെന്നിത്തല തൽക്കാലത്തേക്ക് വെള്ളി വെളിച്ചത്തിൽ നിന്നും മാറി നിൽക്കുന്നു. നമുക്ക് ചെന്നിത്തലയുടെ നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യാം.